വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള മണിപ്പൂരാണ്. ഇതിനു മുമ്പ് കുറേയധികം ക്ലാസ്സുകൾ സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 6 ക്ലാസ്സോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ തീർച്ചയായിട്ടും ക്ലാസ് പ്ലേലിസ്റ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുകയും ചെയ്യാം. അപ്പൊ ക്ലാസ്സിൽ കടക്കുന്നതിനേക്കാൾ മുന്നേ എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കണേ. മണിപ്പൂര് 1972 ജാനുവരി 21-നാണ് നിലവിൽ വന്നത്. അപ്പൊ 1972 ജാനുവരി 21-ന് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂര്. ഈ മണിപ്പൂരിന്റെ തലസ്ഥാനം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇംഫാൽ ആണ് കേട്ടോ. അപ്പൊ മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഫാൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ രത്നം എന്ന് നമ്മൾ മണിപ്പൂരിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ് എന്ന് മനസ്സിലാക്കാം. മണിപ്പൂർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രത്നങ്ങളുടെ നാട് എന്നാണ് അത്രേ. മണിപ്പൂർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? രത്നങ്ങളുടെ നാട്. ഇപ്പൊ രത്നങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് മണിപ്പൂരാണ്. ആ ഒരു വേർഡിന്റെ മീനിങ് അങ്ങനെയാണ്, മണിപ്പൂർ എന്ന വേർഡിന്റെ മീനിങ്. അപ്പൊ മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് നമ്മൾ വിളിക്കണ്ടല്ലോ, അങ്ങനെ വിശേഷിപ്പിച്ചത് ഒരു വ്യക്തിയാണ്, അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ പറയണ്ടേ? ജവഹർലാൽ നെഹ്റുവിന്റെ പേരാണ് പറയേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാലാണ്. അതുപോലെ തന്നെ മണിപ്പൂരിന്റെ ഹൈക്കോടതി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എവിടെ തന്നെ പറയണം? ഇംഫാൽ തന്നെയാണ് പറയേണ്ടത്. മണിപ്പൂരിന്റെ പ്രധാന ഭാഷ ഏതായിരിക്കും? നമുക്കറിയാലോ, മണിപ്പൂരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ. അതുപോലെ തന്നെ ഈ മണിപ്പൂരിക്ക് വേറൊരു പേരുണ്ട്. നമ്മളിപ്പോ മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിക്കുന്ന പോലെ മീത്തൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഷ കൂടിയാണ് മണിപ്പൂരി. ഇപ്പൊ മണിപ്പൂരി ഭാഷയുടെ വേറൊരു പേരെന്താണ്? മീത്തൈ എന്നാണ്. അപ്പൊ മണിപ്പൂരിയാണ് അവിടുത്തെ ഭാഷ. അതുപോലെ തന്നെ അവരുടെ നൃത്തരൂപം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്നെയാ പറയാ? മണിപ്പൂരി തന്നെയാ പറയാ കേട്ടോ. ഇനി മണിപ്പൂരില് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോത്രവർഗമുണ്ട്. ആ ഗോത്രവർഗത്തിന്റെ പേര് കൂകി എന്നാണ്. അപ്പൊ കൂകി എന്ന ഗോത്രവർഗക്കാരെ കാണപ്പെടുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇനി ഈ കൂകി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ ഗോത്ര വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മണിപ്പൂരിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അപ്പൊ കുകി സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതെന്നെയാ പറയണ്ടേ? മണിപ്പൂർ തന്നെയാണ് നമ്മൾ പറയണ്ടേ. അതുപോലെ തന്നെ ഈറോം ശർമിള നമ്മൾ കേട്ടിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു എന്താ പറയാ സാമൂഹിക പ്രവർത്തകയൊക്കെയാണ് ഈറോം ശർമിള. മണിപ്പൂരിന്റെ ഉരുക്കു വനിത എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ മണിപ്പൂരിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ആരെയാണ്? ഈറോം ശർമിളയാണ് എന്ന് ഓർക്കുക. അപ്പോ ഇവരുടെ അടുത്ത പ്രത്യേകത അഫ്സ്പ, AFSPA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട് മണിപ്പൂരില്. ആ അഫ്സ സംഘടനയല്ല, നിയമമുണ്ട്. ആ നിയമത്തിനെതിരെ മണിപ്പൂരില് പോരാട്ടം നടത്തുന്ന വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, അവസ്പ നിയമത്തിനെതിരെ മണിപ്പൂരിൽ പോരാട്ടം നടത്തുന്നത് ഏത് ലേഡിയാണ് എന്ന് ചോദിച്ചാൽ മണിപ്പൂരിന്റെ ഉരുക്കു ലേഡി അല്ലെങ്കിൽ ഉരുക്കു വനിത എന്ന് വിളിക്കണ ആരാന്ന് മനസ്സിലാക്കണം? ഈറോം ശർമിളയാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മണിപ്പൂരിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷന്റെ പേരാണ് മാവോ ഹിൽ സ്റ്റേഷൻ. അപ്പൊ മാവോ ഹിൽ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത്, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തടാകമുണ്ട്. തടാകത്തിന്റെ പേര് ലോക്തക് തടാകം എന്നാണ്. എന്താണ്? ലോക്തക് തടാകം. എന്താണ് ലോക്തക് തടാകത്തിന്റെ പ്രത്യേകത? ലോകത്തിലെ ഒഴുകുന്ന ഏക ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകമാണ്. ലോകത്തിലെ ഒഴുകുന്ന ഏക ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ലോക്തക് തടാകം. ലോകത്തിൽ ഒഴുകുന്ന ഏക ദേശീയ ഉദ്യാനത്തിന്റെ പേര് കെയ്ബൂൾ ലംജാവോ എന്നാണ്. എന്താണ്? കെയ്ബൂൾ ലംജാവോ. അപ്പോ നമ്മുടെ ലോക്തക് തടാകത്തിലെ, മണിപ്പൂരിലെ ലോക്തക് തടാകത്തില് എന്താണുള്ളത്? ഒഴുകുന്ന ദേശീയോദ്യാനം കാണപ്പെടുന്നു. ഒഴുകുന്ന ദേശീയോദ്യാനത്തിന്റെ പേര് കെയ്ബൂൾ ലംജാവോ എന്നാണ്. ഇനി കെയ്ബൂൾ ലംജാവോ എന്ന് പറയുന്ന ഒരു ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്തക് തടാകത്തിലാണ്. അപ്പൊ ലോക്തക് തടാകത്തിലെ കെയ്ബൂൾ ലംജാവോ എന്ന് പറയുന്ന എന്തുണ്ട്? ഒരു നാഷണൽ പാർക്കും കൂടി ഉണ്ട് അല്ലെ, ദേശീയ ഉദ്യാനം. അവിടെ തന്നെ അത് തന്നെയാണ് എന്താന്ന് പറയുന്നത്, ആ ഒരു
ഒഴുകുന്ന ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ലോക്തക് തടാകമാണ്. ലോക്തക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരാണ്. അപ്പൊ ലോക്തക് എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയും അവിടെ ഉണ്ടെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഈ ഒരു പ്രത്യേക നമ്മള് ഓരോരോ ദേശീയോദ്യാനത്തിലും അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തിലൊക്കെ ഏതെങ്കിലും സംരക്ഷിത മൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ? നമ്മളിപ്പോ ചാമ്പൽ മലയെണ്ണാൻ അല്ലെങ്കിൽ മയില അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്, എവിടെയാ കാണപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സാങ്കായ് മാൻ കാണപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ കേബുൾ ലജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിലാണ്. അപ്പൊ കേബുൾ ലജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് ഏത്? സാങ്കായ് മാൻ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ മണിപ്പൂരിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാ സ്ഥിതി ചെയ്യണേ ചോദിച്ചാൽ ഇംഫാലിലാണ് എന്ന് പറയും. അപ്പൊ മണിപ്പൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഇംഫാലിലാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് മോഡേൺ ആധുനിക രീതിയിലുള്ള പോളോ കളി ഉത്ഭവിച്ചത് മണിപ്പൂരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പോളോ കളിസ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ കളിക്കളം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും മണിപ്പൂരിലെ ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് നമ്മൾ ഓർത്തു വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തില് ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിപ്പൂരിലാണ്. അന്താരാഷ്ട്ര നിലവാരത്തില് ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല ആരംഭിച്ചത് എവിടെയാണ്? മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ പ്രശസ്തരായിട്ടുള്ള ഒരു ലേഡി ഉരുക്കു വനിതയാണ് ഈറോം ശർമിള എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബോക്സർ ആയിട്ടുള്ള മേരി കോം, നമുക്ക് അറിയുന്നതാണ് അവരെ, സരിതാ ദേവി, അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റർ ആയിട്ടുള്ള കുഞ്ചറാണി ദേവി, ഇവരൊക്കെ എവിടുത്തുകാരാണ്? നമ്മുടെ മണിപ്പൂരുകാരാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി മണിപ്പൂരില് നമ്മള് ലോക്തക് തടാകണ്ട്, അല്ലെങ്കിൽ അതിലാണ് ഒഴുകുന്ന നാഷണൽ പാർക്ക് സാങ്കായ് മാൻ അല്ലെ. അപ്പൊ ഒരു നാഷണൽ പാർക്കിന്റെ പേര് നമ്മൾ കേബുൾ ലംജാവോ നമ്മൾ അവിടെ പറഞ്ഞു. അതുപോലെ തന്നെ സിഹോറി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കും എവിടെയുണ്ട്? മണിപ്പൂരിലാണ്. അപ്പൊ മണിപ്പൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വേറെ ഒരു നാഷണൽ പാർക്കിന്റെ പേര് സിഹോറി നാഷണൽ പാർക്ക് എന്നാണ് എന്ന് ഓർത്തു വെക്കണം. സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും മണിപ്പൂരിലെ ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ INA മ്യൂസിയം മണിപ്പൂരിലെ ഇംഫാലിലാണ്. INA മ്യൂസിയം, INAയുടെ മ്യൂസിയം ശരിക്കും ഇംഫാലിലല്ല, ഇംഫാലിൽ തന്നെ മൊയ്റാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മൊയ്റാങ് ട്ടോ, ഇംഫാലിലെ മൊയ്റാങ്ങിലാണ് INA മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കാം. ഇനി നമ്മൾ മേരി കോമിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ ആത്മകഥ കേൾക്കാത്തവരാണെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക. അൺബ്രേക്കബിൾ. ഏതാണ്? അൺബ്രേക്കബിൾ എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേരി കോമിന്റെ ആണെന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് മണിപ്പൂരിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെ നേതൃത്വം നൽകിയ ഒരു വനിതയുണ്ട്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കാറുണ്ട്. അവരുടെ പേര് റാണി ഗെയ്ഡിൻലു എന്നാണ്. എന്താണ്? റാണി ഗെയ്ഡിൻലു ട്ടോ. അവരാണ് മണിപ്പൂരിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെ പോരാടിയ വനിത എന്ന് പറയാം. കോമൺവെൽത്ത് സെമിത്തേരി, കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മണിപ്പൂരാണ്. മണിപ്പൂരിലെ ഇംഫാലിലാണ്. കോമൺവെൽത്ത് സെമിത്തേരി എവിടെയാണ്? മണിപ്പൂരിലെ ഇംഫാലിലാണ് കേട്ടോ. ഇനി എന്താ പറയുന്നത്? മണിപ്പൂരിന്റെ ഒരു പേര് നമ്മൾ പറഞ്ഞു, എന്താണ്? ഇന്ത്യയുടെ രത്നം എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മണിപ്പൂർ അവസാനിപ്പിക്കുമ്പോൾ മണിപ്പൂരിന് വേറൊരു പേരും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മൊളാസിസ് തടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനവും ഏതന്നെയാണ്? മണിപ്പൂരാണ്. അപ്പൊ ഇന്ത്യയുടെ രത്നമെന്നും മൊളാസിസ് തടം, ഇന്ത്യയുടെ രത്നം, മൊളാസിസ് തടം, മൊളാസിസ് തടം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമായ മണിപ്പൂരിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. വളരെ ചെറിയൊരു സ്റ്റേറ്റ് ആണ്, വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ വളരെയധികം ഭംഗിയായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളല്ലേ കേട്ട് നമ്മൾ പഠിച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് പോവാട്ടോ. കാരണം ഇപ്പോഴേ കുറച്ചൊക്കെ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് എന്താ പറയുന്നത്, പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവും. പിന്നെ അത് മാത്രമല്ല, പഴയ കുട്ടികളാണ്, കുറച്ച് നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ 10th പ്രിലിംസും ഡിഗ്രി ലെവൽ മെയിൻസും ഒക്കെ വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതൊരു റിവിഷൻ കൂടിയായിട്ട് തീരും. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ലൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ.